പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 7 പള്ളിക്കൂദാശക്കാലം 1-ാം ചൊവ്വ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 4 വരെയും ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. സുവിശേഷവൽക്കരണം, വിശ്വാസ പരിശീലനം, സാക്ഷ്യജീവിതം, പങ്കുവെക്കുന്ന ജീവിതം എന്ന ക്രമത്തിൽ പരിപോഷിപ്പിക്കപ്പെടേണ്ട ക്രൈസ്തവ ജീവിതം പലപ്പോഴും 1-ാം ഘട്ടത്തിലോ അതുമല്ലെങ്കിൽ 2-ാം ഘട്ടത്തിലോ അവസാനിക്കുന്നതാണ്. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന നല്ലിടയനായ യേശുമിശിഹായുടെ സ്വപ്നം പൂവണിയാൻ തടസ്സമായിട്ടുള്ളത്. ക്രിസ്തുവിന്റെ പ്രഥമ പാഠങ്ങൾ കഴിഞ്ഞ് ക്രൈസ്തവൻ പക്വതയിലേക്ക് എത്തുന്നില്ല. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ അവന് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. പക്വതയിലെത്താതെ വിഘടിച്ചും ഭിന്നിച്ചും വഴിമാറി ചരിക്കുന്നവർ. ഇക്കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. മോശയിലൂടെ നൽകപ്പെട്ട നിയമപാഠങ്ങൾ പൂർത്തിയാക്കിയവർ പലപ്പോഴും ഭണ്ഡാരത്തിൽ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു ഭാഗം സമർപ്പിച്ച് 4 ആളുകളുടെ മുമ്പിൽ വലിയ കാര്യങ്ങൾ ചെയ്താൽ എന്ന പോലെ ഞെളിഞ്ഞ് കടന്നു പോകുമ്പോൾ താൻ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാനും ഒപ്പം അത് അവർ അംഗീകരിക്കാനും പ്രശംസിക്കാനും ഏറെ ആഗ്രഹിക്കുന്ന കൊച്ചുകുട്ടികളുടെ ഭാവത്തിലേക്ക് തരം താഴ്ന്നു പോകുന്നുവോ എന്ന് പരിശോധിക്കാൻ പറയുകയാണ് ഇന്ന് തമ്പുരാൻ. അതോടൊപ്പം പൂർണ്ണ ആത്മാവോടും ശക്തിയോടും മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാനും ആശ്രയിക്കുവാനുള്ള പ്രഥമ പാഠങ്ങൾ പിന്നിട്ട യഥാർത്ഥ ഭക്തയായ വിധവ ആരെയും കാണിക്കാനോ ആരുടെയും മുന്നിൽ ആളാകാനോ അല്ല, മറിച്ച് തന്റെ വിശ്വാസത്തിന്റെ പക്വതയിലുള്ള പ്രകടനമായി തന്റെ ആശ്രയം തമ്പുരാനിൽ മാത്രമാണെന്നും തനിക്കുള്ളതെല്ലാം തമ്പുരാന്റെ ദാനമാണെന്നും ഇതുവരെ വഴി നടത്തിയവൻ ഇനിയും വഴി നടത്തും എന്നുള്ളതെല്ലാം ജീവിച്ച് കാണിച്ചു തരികയാണ്. പിതാവിൽ നിന്ന് ലഭിച്ചതെല്ലാം നാമുമായി പങ്കുവെക്കുകയും തന്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് പക്വതയുള്ളൊരു ക്രൈസ്തവ ജീവിതത്തിന്റെ ഉടമകളാകാനായിട്ട് പരിശ്രമിക്കാം. ജീവിതത്തിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ, അവനെ സാക്ഷ്യപ്പെടുത്താനും, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ കാരുണ്യം, പാപക്ഷമ അവരുമായിട്ട് പങ്കുവെക്കാനും അതുവഴി അവന്റെ യഥാർത്ഥ ശിഷ്യനായി തീരാനുള്ള കൃപയ്ക്കായി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.